RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്നലെ രാത്രി നടന്ന ലാ ലീഗിലെ സെൽറ്റ വിഗോ വിസസ് റയൽ മഡ്രിഡ് മത്സരത്തെ കുറിച്ചാണ്. മത്സരത്തിൽ ഇഞ്ചുറി ടൈമിൽ അവസാന മിനിറ്റിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വാൽവേർഡിയുടെ ഒരു കിഡിലൻ ഗോളിലൂടെ റയൽ മഡ്രിഡ് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇന്നത്തെ മത്സരത്തിൽ സമനിലയിൽ പോയിക്കൊണ്ടിരുന്ന മത്സരമാണ്. ഫസ്റ്റ് ഹാഫിൽ 1-1 സമനിലയിൽ പോയി, സെക്കൻഡ് ഹാഫിൽ ഇതേ തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവസാന ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷങ്ങളിൽ ഒരു കിഡിലൻ ഗോളിലൂടെ ഒരു ഡിഫ്ലക്ഷനാണ് വന്നത്. പക്ഷെ വാൽവേർഡിയുടെ ആ ഷോട്ട് ഗോൾ പോസ്റ്റിന്റെ വലയിലേക്ക് ഇറങ്ങുമ്പോൾ റയൽ മഡ്രിഡിന്റെ ആരാധകരൊക്കെ ഒന്ന് നെടുവീർപ്പിട്ടുണ്ട്. അതേപോലെ തന്നെ ബാഴ്സ ഫാൻസ് ഒക്കെ ഒന്ന് ചിന്തിച്ചു പോയി, അയ്യോ ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇത്രയും നേരം ഉറക്കമൊഴിച്ചിരുന്ന് കളി കണ്ടതെന്ന്. അങ്ങനെ 2-1 വിജയവും 3 പോയിന്റ് എന്ന് പറഞ്ഞാൽ റയൽ മഡ്രിഡിന്റെ സ്ക്വാഡ് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് പരുക്കുകളുടെ കളിയാണ്. കളിക്കേണ്ട കളി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരില്ലാതെയാണ് റയൽ മഡ്രിഡ് ഇന്നലെ ഇറങ്ങിയത്. അതേപോലെ തന്നെ അക്കാദമിയിലെ കുറെ പ്രോഡക്റ്റുകൾക്ക് ഇന്നലെ പുതിയതായിട്ട് കളിക്കാനുള്ള അവസരം കിട്ടി. അത് നമ്മുടെ ബി ടീമിന്റെ കോച്ച് ആയിരുന്നുകൊണ്ട് ആൾക്ക് കുറച്ചുകൂടെ കോൺഫിഡന്റ് ആൾക്കാരൊക്കെ ഇന്നലെ പിടിച്ചിറക്കാൻ പറ്റിയിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ ഒരു പിടി 7ഓളം താരങ്ങളാണ്. എംബാപ്പെ മുതൽ ഒരുപാട് പേര് പരുക്കാണ്. റോഡ്രി, അങ്ങനെ ഇഷ്ടം പോലെ പരുക്കളുടെ അഭാവത്തിൽ സെൽറ്റ വിഗോ പോലൊരു ടീമിന്റെ കൂടെയുള്ള കളി എല്ലാ റയൽ മഡ്രിഡ് ആരാധകരെ പോലെ തന്നെ ഭയന്നിട്ടാണ് കളി തുടങ്ങിയത്. കളി തുടങ്ങിയപ്പോൾ തന്നെ റയലിന്റെ ഒരു എന്താ പറയാ ലോ ബ്ലോക്കും അതേപോലെ തന്നെ ഡിഫൻസീവ് മൈൻഡായിരുന്നു ഫസ്റ്റ് ഹാഫ് കളിച്ചത്. പക്ഷെ സെക്കൻഡ് ഹാഫ് നേരെ തിരിച്ചായിരുന്നു. സെൽറ്റ വിഗോ ഡിഫൻസിലേക്കും അതേപോലെ തന്നെ റയൽ മഡ്രിഡ് അറ്റാക്കിലേക്കും ആയിരുന്നു. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ കിഡിലൻ സേവുകൾ നടത്തി കോർട്ട് തന്നെയാണ് വീണ്ടും ഒരു സൈഡ് ഗോൾ അടിക്കാൻ അവിടെ ആളില്ലാതിരിക്കാൻ. ആരാ? എംബാമോനില്ല, എംബാപ്പെ കളിക്കാനില്ലാത്തതുകൊണ്ട് എംബാപ്പെ ഇല്ലാതായതോട് വിട്ടിട്ട് റയൽ മഡ്രിഡ് ഗോളുകൾ അടിക്കാൻ മടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് അവസാനത്തെ 2 മത്സരങ്ങൾ പരാജയപ്പെട്ടിട്ടാണ് റയൽ മഡ്രിഡ് ലാ ലീഗിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്. ഒസസുനായിട്ട് ഡ്രോപ്പ് ചെയ്തു. അതേപോലെ തന്നെ അവസാനം നടന്ന ഗദ്ദാഫ ആയിട്ടുള്ള മത്സരത്തിൽ അവർ പോയിന്റ് ഡ്രോപ്പ് ചെയ്യാണ്. ഇന്ന് എവേ മത്സരമാണ്. സെൽറ്റ വിഗോ ആണ്. സെൽറ്റ വിഗോക്ക് അറിയാലോ, സെൽറ്റ വിഗോ റയൽ മഡ്രിഡ് ബാഴ്സലോണ പോലുള്ള ടീമുകളായിട്ട് കളിക്കുമ്പോൾ ഗംഭീര കളിയാണ്. അതിൽ എന്തുകൊണ്ടാണ് ആസ്പാസിനെ 80 മിനിറ്റ് വരെ കോച്ച് ഇറക്കാതിരുന്ന ഒരു കുട്ടിയിൽ ആ ചങ്ങായി ഇറങ്ങിയിട്ട് ഒരു കിടിലൻ അവസരമാണ് സൃഷ്ടിച്ചത്. ബോക്സിൽ തട്ടിയിട്ട് കോട്ടയം കവളിപ്പിച്ച് പോയ ബോള് ബോക്സിന്റെ വലതേ മൂലയിൽ തട്ടിയിട്ട് തെറിച്ച് പോവാണ്. അല്ലെങ്കിൽ അത് കിട്ടിയൊരു ഗോളാണ്. 2-1 ആവേണ്ട ഒരു ചാൻസ് ആയിട്ട് കിട്ടില്ല. അതേപോലെ തന്നെ വിവാദങ്ങൾ ഒക്കെ ഉണ്ട്. എന്താ പറഞ്ഞാൽ വാൽവേർഡ് അടിക്കുന്ന ഗോളിന്റെ തൊട്ട് മുമ്പ് തന്നെ സെൽറ്റ വിഗോയുടെ ഒരു പ്ലെയറെ ഫൗൾ ചെയ്യുന്നുണ്ട്. ആ ഫൗള് വാറനൊന്നും കൊടുക്കാതെ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഫൗളിനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. ഈ ഒരു ഫോട്ടോ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പക്ഷെ റഫറിമാരാണ്, റഫറിമാർക്കും പറ്റും അബദ്ധങ്ങൾ. പക്ഷെ വാറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വാർ ചെയ്യാനത് 94-95 മിനിറ്റിന്റെ ഇടയിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോ എംബാപ്പെ ഇല്ലാത്തതുകൊണ്ട് ഗോൾ അടിക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ അടുത്ത മത്സരം വരാൻ പോകുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് ചാമ്പ്യൻസ് ലീഗിലാണ്. എന്തായിരിക്കും റയൽ മഡ്രിഡിന് സംഭവിക്കാൻ പോകുന്നത് കണ്ടറിയണം. ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ എന്താന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഹാഫിലൊക്കെ റയലിന്റെ കളി കണ്ടപ്പോൾ ശരിക്കും എന്താ പറയാ ഒരു ഒരു വലിയൊരു ടീമിനോട്, സെൽറ്റ വിഗോ എന്ന് പറയുന്ന വലിയൊരു ടീമിനോട് ഈ അത്ലറ്റികോ മഡ്രിഡ് ബാഴ്സലോട് കളിച്ചിട്ട് അതേപോലെ ലോ ബ്ലോക്ക് ചെയ്തിട്ട് ഡിഫൻസിൽ 7 ആളൊക്കെയാണ് ഡിഫൻസിൽ വന്ന് നിന്ന് കളിക്കണ്ടായിരുന്നു. അപ്പൊ അത്രയും ഭയന്നിട്ടുണ്ടായിരുന്നു അവർ കളിക്കുന്നുണ്ട്. പക്ഷെ കളിയുടെ അവസാനം റയൽ മഡ്രിഡ് ആരാധകരും റയൽ മഡ്രിഡും ചിരിച്ചിട്ടാണ് കളി അവസാനിപ്പിച്ച് 3 പോയിന്റ്, അല്ലെങ്കിൽ 6 പോയിന്റിൽ കൂടുതൽ പോയിന്റ് ഗ്യാപ്പ് വരേണ്ട ഒരു മത്സരമായിരുന്നു. ഇത്രയെങ്ങാനും സമനിലയായിരുന്നെങ്കിൽ വീണ്ടും 6 പോയിന്റിന്റെ ഗ്യാപ്പാണ് ബാഴ്സലോണയുടെ വരിക. അത് വലിയൊരു ഗ്യാപ്പ് തന്നെയാണ്. ഈ മത്സരങ്ങൾ കുറച്ച് മാത്രമാണ്, 10ഓളം മത്സരങ്ങൾ തികച്ചില്ല എന്നുള്ള കാര്യമാണ് ആലോചിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവരുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് വരികയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റാറ്റസ് നോക്കി അറിയാൻ പറ്റും എന്താണ് കളിയുടെ നിലവാരം എന്ന്. സെൽറ്റ വിഗോ 8 ഷോട്ട് എടുത്തപ്പോൾ 4 ഓൺ ടാർഗറ്റിലേക്കാണ്. റയൽ മഡ്രിഡ് 14 ഷോട്ട് എടുത്തിട്ട് വെറും 3 മാത്രമാണ് ഓൺ ടാർഗറ്റിലേക്ക് ആയിട്ടുള്ള കാര്യം ആലോചിക്കണം. അതേപോലെ തന്നെ ബാൾ പൊസിഷൻ സെൽറ്റ വിഗോ 37% ഉണ്ടെന്നുള്ള അവിടെ 63% ബാൾ പൊസിഷൻ ഉണ്ടായിരുന്നു. എന്നിട്ടും കാര്യമായ പ്രസിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ കാര്യമായിട്ട് സെൽറ്റ വിഗോന്റെ പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിലേക്ക് കയറാൻ ഒരു വിധത്തിലും അവർ വിടുന്നുണ്ടാവുന്നില്ല. അത്രയും നന്നായിട്ട് ഡിഫൻസ് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫിൽ സെൽറ്റ വിഗോ ശരിക്കും ചെയ്ത മണ്ടത്തിൽ എന്ന് പറഞ്ഞാൽ അവര് നല്ല രീതിക്ക് ഡിഫൻസ് കളിച്ചു. എന്താ പറഞ്ഞാൽ കിട്ടിയ കൗണ്ടറിൽ ഗോൾ അടിക്കാന്നുള്ള ഒരു ഇതിലായിരുന്നു. പക്ഷെ കൗണ്ടറിനെയൊക്കെ പരമാവധി ബീറ്റ് ചെയ്തിട്ട് റയൽ മഡ്രിഡ് സെക്കൻഡ് ഹാഫിൽ നല്ല രീതിക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ 87% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു സെൽറ്റ വിഗോയ്ക്ക്. അവിടെ 93% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു. 5 ഫൗളുകൾ സെൽറ്റ വിഗോ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 10 ഫൗളുകളോടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് റയൽ മഡ്രിഡ്. യെല്ലോ കാർഡ് 1ഉം 2ഉമാണ് കിട്ടിയിട്ടുള്ളത്. ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ സെൽറ്റ വിഗോയുടെ ഭാഗത്ത് 3 ഉണ്ട്, അവിടെ 0 ആണ്. കോർണേഴ്സ് നോക്കുകയാണെങ്കിൽ സെൽറ്റ വിഗോ 1 വിൻ ചെയ്തപ്പോൾ റയൽ മഡ്രിഡ് 6 വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, ഇനി എംബാപ്പയൊക്കെ എത്രയും പെട്ടെന്ന് തിരിച്ചറിയും. ഇപ്പോൾ റയൽ മഡ്രിഡ് ആയിട്ടുള്ള കളിക്കുന്ന എംബാപ്പെ ഇല്ല എന്നാണ് ഒരു ഇത് വരുന്നത്. അതേപോലെ ബെല്ലിംഗ്ഹാം, റോഡ്രി ഇനി അടുത്തൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോ റോഡ്രിഗോ അടുത്തൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായിരിക്കും റയൽ മഡ്രിഡിന്റെ മുന്നോട്ടുള്ള പോക്കെന്ന്
ലാ ലീഗിനും ചാമ്പ്യൻസ് ലീഗിനും അവർക്കുള്ള ഒരിത്. അപ്പൊ എന്തായിരിക്കും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഇന്ന് രാത്രി ബാഴ്സ വേഴ്സസ് അത്ലറ്റിക്കോ ബിൽബാओ ആയിട്ട് മത്സരമുണ്ട്. ഈ മത്സരത്തിൽ ബാഴ്സ വിജയിക്കുകയാണെങ്കിൽ വീണ്ടും പോയിന്റ് ടേബിളിൽ വീണ്ടും ആ ഒരു 4 പോയിന്റിന്റെ വ്യത്യാസം കാണാം. അപ്പൊ കാത്തിരുന്ന് കാണാം. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളെ വീണ്ടും കാണുന്നവരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.